നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 466 466. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 7-ാം അധ്യായം. ശ്രീശുക ഉവാച. ഭരതസ്തു മഹാഭാഗവതോ യഥാ ഭാഗവതാൻ അവനീതലപരിപാലനായ സഞ്ചിന്തിതസ്തദനുശാസനപര പഞ്ചജനീം വിശ്വരൂപദുഹിതരം ഉപയേമേ. ഭഗവാനിൽ മഹാഭക്തനായ ഭരതനാകട്ടെ ഭഗവാനാൽ ഭൂമിയെ പരിപാലിപ്പാനായിക്കൊണ്ട് വിചാരപൂർവം സഞ്ചരിക്കപ്പെട്ടപ്പോൾ ആ ആജ്ഞയെ പരിപാലിപ്പാൻ തൽപരനായിട്ട് വിശ്വരൂപപുത്രിയായ പഞ്ചജനിയെ വിവാഹം ചെയ്തു. ഇതാണ് അതിൻ്റെ വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രീ ശുകാചാര്യർ അരുളി ചെയ്തു. 7 മുതൽ 8 അധ്യായങ്ങൾ കൊണ്ട് ഭരതചരിതം പറയുന്നു. ജ്ഞാനാദിഗുണപരിപൂർണനായ ഭഗവാൻ ഋഷഭദേവൻ ഭഗവാനിൽ പരമഭക്തനായ ഭരതനെ ഭൂമി പരിപാലനത്തിനായി നിയോഗിച്ചപ്പോൾ ആ കൽപ്പനയെ നിർവഹിപ്പാൻ തൽപരനായ ഭരതൻ ധർമാനുഷ്ഠാനത്തിൻ്റെ അംഗമായിട്ട് വേദത്താൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പത്നിയെ സ്വീകരിപ്പാൻ നിശ്ചയിച്ചു. വിശ്വരൂപപുത്രിയായ പഞ്ചജനിയെ വിവാഹം ചെയ്തു എന്ന് പറയണം. പിന്നെ ഭരതൻ യോഗമാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് സ്വരൂപനിഷ്ഠയെ പരിപാലിച്ചു എന്നാണ് ഈ 8 അധ്യായങ്ങളിൽ വിവരിക്കുന്ന ചരിത്രസാരം. യോഗത്തിൻ്റെ അംഗങ്ങളാൽ 8 ആയതുകൊണ്ട് ഈ പ്രകരണത്തിൽ 8 അധ്യായങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ രണ്ടാമത്തെ ശ്ലോകം പറയണു. തസ്യാമുഹവ ആത്മജാൻ കാർഷ്ണ്യോനാനുരൂപാനാം ആത്മന പഞ്ചജനയാമാസ ഭൂതാതിരിവ ഭൂതസൂക്ഷ്മാണി എന്നാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, തനിക്ക് സർവവിധത്തിലും തുല്യന്മാരായ 5 പുത്രന്മാരെ അഹങ്കാരം ഭൂതസൂക്ഷ്മങ്ങളെ എന്ന പോലെ അവളിൽ ജനിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ആ ഭാര്യയിൽ പഞ്ചജനിയിൽ ഭരതൻ എല്ലാവിധത്തിലും തനിക്ക് അനുരൂപന്മാരായ 5 പുത്രന്മാരെ താമസാഹങ്കാരം ശബ്ദസ്പർശാദികളായ 5 സൂക്ഷ്മഭൂതങ്ങളെ എന്ന പോലെ ജനിപ്പിച്ചു. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, താമസാഹങ്കാരം, രാജസാഹങ്കാരം, പിന്നെ എന്താ പറയുക, വേറെ ഒന്നുകൂടി ഉണ്ടല്ലോ, സാത്വികാഹങ്കാരം. അഹങ്കാരത്തിനും 3 കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ ശബ്ദസ്പർശാദികളായ എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദം എന്നുള്ളതിലാണ് ഞാൻ പിടിച്ചത്. നമുക്ക് ശബ്ദം താമസമായാൽ മോശമാണ്. നേരെ മറിച്ച് ശബ്ദം സാത്വികമായാലോ നന്നായി. അപ്പോൾ എല്ലാറ്റിലും എന്തുണ്ട്, ബെസ്റ്റ് ബെറ്റർ ഗുഡ്, അല്ലെങ്കിൽ ഗുഡ് ബെറ്റർ ബെസ്റ്റ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഉത്തമം മധ്യമം അധമം. അപ്പോൾ താമസം എന്നുള്ളത് എപ്പോഴും അധമ. അതാണ് വാക്ക്, ചൊടിയേറിയ വാക്ക് ആത്മാവിനെ വ്രണപ്പെടുത്തുമെന്ന് പറയും. അതുണ്ടാവരുത്. അപ്പം ഇവിടെ ശബ്ദസ്പർശാദികളായ 5 സൂക്ഷ്മഭൂതങ്ങളെ എന്ന പോലെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. സൂക്ഷ്മഭൂതങ്ങളുടെ അന്യോന്യ സമ്മേളനത്താൽ അനന്ത ഭൗതിക പദാർത്ഥങ്ങൾ ഉണ്ടായതുപോലെ
അപ്പോൾ ഭൗതികത മുഴുവൻ എന്താ? തമോ ഗുണ. ശരിക്കും വേണ്ടത് എന്താ? സാത്വികമാണ്. അപ്പോൾ അന്യോന്യ സമ്മേളനത്താൽ അനന്ത ഭൗതിക പദാർത്ഥങ്ങൾ ഉണ്ടായതുപോലെ ഭരതസന്താനങ്ങളിൽ നിന്നും വംശത്തിന് മഹത്തായ അഭിവൃദ്ധി ഉണ്ടായി എന്ന് കാണിപ്പാനാണ് ഉപമ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സമൃദ്ധി ആധ്യാത്മികത്തിലാണോ ലൗകികതയിലാണോ? അവിടെയാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ എപ്പോഴും ഇച്ഛിക്കുന്നത് എന്തായിരിക്കണം? ആധ്യാത്മികതയിലായിരിക്കണം. ഇനി മൂന്നാമത്തെ ശ്ലോകം. സുമതീം രാഷ്ട്രഭൃതം സുദർശനം ആവരണം ധൂമ്രകേതും ഇതി അജനാഭം നാമേതത് വർഷം ഭാരതം ഇതി യഥാ ആരഭ്യ വിപദിശന്തി. അജനാഭം എന്നു പേരായ ഈ വർഷത്തെ, അതായത് ഈ ഭൂഭാഗത്തെ യാതൊരുവൻ്റെ കാലം മുതൽ ഭാരതം എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഇനി സുമതി രാഷഭൃത്ത് സുദർശനൻ ആവരണൻ ധൂമ്രകേതു എന്നാണ് 5 പുത്രന്മാരുടെ നാമധേയങ്ങൾ. അതുവരെ അജനാഭം എന്നു പേരായിരുന്ന ഖണ്ഡത്തെ ഭരത മഹാരാജാവിൻ്റെ ധർമ്മ ഭരണത്തെ കുറിച്ച് ആനന്ദിച്ച ജനങ്ങൾ ആ മഹാരാജാവിൻ്റെ സ്മരണം എന്നും നിലനിൽക്കണമെന്നുള്ള വിചാരത്താൽ ഭാരതം എന്ന് വിളിച്ചു വന്നു എന്ന് പറഞ്ഞു. ഇനി നാലാമത്തെ ശ്ലോകം. സ ബഹുവിന്മഹീപതി പിതൃപിതാമഹവധുരവത്സലതയാ സ്വേ കർമ്മണി വർത്തമാന പ്രജാ സ്വധർമ്മമനുവർത്തമാന പര്യപാലയത്. സർവവും അറിവുള്ള ആ രാജാവ് പിതാവിൻ്റെ പിതാവ് എന്നിവരെ പോലെ വളരെ വാത്സല്യത്തോടുകൂടി അവരവരുടെ കർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രജകളെ തൻ്റെ ധർമ്മത്തെ അനുസരിക്കുന്നവനായിട്ട് പരിപാലിച്ചു. അങ്ങനെ വേണം. ധർമ്മം വതാ ധർമ്മം ചര. ആ ധർമ്മമാണ് നമ്മളെ രക്ഷിക്കുക. എന്തും ഏതും ധർമ്മത്തിൽ ഫിറ്റാവണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? സർവജ്ഞനായ ആ രാജാവ് തൻ്റെ പുത്രന്മാരെ പോലെ അവരവരുടെ വിഹിത കർമ്മങ്ങളിൽ, എന്താ വിഹിത കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ? വിഹിത കർമ്മങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള, വീതിച്ചു കൊടുത്തിട്ടുള്ളത്, അല്ലാത്തത് ചെയ്യരുത്. നമ്മൾക്ക് എന്താ വിധിച്ചിട്ടുള്ളത് അത് ചെയ്യണം, അത് ചെയ്യാണ്ടിരിക്കരുത്. അപ്പോൾ വിഹിത കർമ്മങ്ങളിൽ നിഷ്ഠയോടുകൂടിയിരിക്കുന്ന പ്രജകളെ സ്വധർമ്മ നിഷ്ഠയോടുകൂടിയവനായിട്ട് വേണ്ട വിധം സംരക്ഷിച്ചു. രാജാവ് ധർമ്മം വിട്ടാൽ പ്രജകളും ധർമ്മം വിടും എന്ന് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇനി അഞ്ചാമത്തെ ശ്ലോകം. ഈജേ ച ഭഗവന്തം യജ്ഞക്രതുരൂപം ക്രതുഭിരുച്ചാവചൈ ശ്രദ്ധയാ ആഹൃതാഗ്നിഹോത്ര ദർശ പൂർണമാസ ചാതുർമാസ്യ പശു സോമാനാം പ്രകൃതി വികൃതിഭിർ അനുസവനം ഹോത്ര വിധിന നാം പറയണു. യജ്ഞങ്ങളുടെയും ക്രതുക്കളുടെയും സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ കാലം തോറും നാനാവിധങ്ങളായ ക്രതുകൾ കൊണ്ടും ശ്രദ്ധയോടുകൂടി സ്വാധികാരപ്രാപ്തങ്ങളായ അഗ്നിഹോത്രം, ദർശം, പൂർണ്ണമാസം, ചാതുർമാസ്യം, പശുയജ്ഞം, സോമയജ്ഞം ഇവയുടെ പ്രകൃതികൾ കൊണ്ടും വികൃതികൾ കൊണ്ടും ചാതുർഹോത്രത്തിൻ്റെ വിധിപ്രകാരം ആരാധിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ക്രതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽക്കാലികളെ ബലി കൊടുക്കാൻ അർത്ഥം വരാം. അതിപ്പോൾ കുതിരയാവാം, പശു ആവാം, അങ്ങനെ ചാവാം. കുതിര എന്നാണ് കേട്ടോ പറയുക. പശുവിനെ വരും കൊടുക്കാറില്ല, അതും സനാതന ധർമ്മത്തിൽ അതില്ല. പക്ഷേ അത് മധ്യമാണ് എന്നൊരു താല്പര്യമുണ്ട്. ഏത് ഈ സ്വർഗം കിട്ടണം വിചാരിച്ചിട്ട് ക്രതു ചെയ്യാൻ പാടില്ല എന്നാ. അതൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഉള്ളതാണ് ജ്ഞാനയജ്ഞം പോലെയുള്ളതാണ് യജ്ഞമായിട്ട് മാറുക. മനസ്സിലായില്ലേ? അപ്പോൾ പ്രകൃതിന്നും വികൃതിന്നും ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. രാജാവിൻ്റെ സ്വധർമ്മനിഷ്ഠയെ വിവരിക്കുന്നു. യൂപങ്ങളോടുകൂടിയവ ക്രതുക്കൾ,
രൂപങ്ങളില്ലാത്തവ യജ്ഞങ്ങൾ. ഈ രണ്ടുവിധ കർമ്മങ്ങളും ഭഗവാന്റെ സ്വരൂപം തന്നെ എന്നാണ് വേദവിധി. അപ്രകാരം ഇരിക്കുന്ന ഭഗവാനെ ആ രണ്ടുവിധ കർമ്മങ്ങൾ കൊണ്ടും രാജാവ് പൂജിച്ചു. അഗ്നിഹോത്രം, ദർശം, പൂർണ്ണമാസം, ചാതുർമാസ്യം, പശുക്കളെ കൊണ്ടും സോമലതയെ കൊണ്ടും നടത്തുന്ന യജ്ഞങ്ങൾ ഇവയെല്ലാം രാജാവിൻ്റെ സ്വധർമ്മങ്ങളാകയാൽ ആ വക കർമ്മങ്ങളെ നടത്തുവാൻ ഉചിതങ്ങളായ കാലങ്ങളിൽ അവയെ ശ്രദ്ധാപൂർവം അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞു. സകലങ്ങളായ അംഗങ്ങളോടും കൂടി നടത്തുന്ന കർമ്മങ്ങൾക്ക് പ്രകൃതികൾ എന്നും അംഗങ്ങളിൽ അവശ്യം സ്വീകരിക്കേണ്ടായ ചിലതിനെ സ്വീകരിച്ചും ചിലതിനെ ഉപേക്ഷിച്ചും നടത്തുന്ന കർമ്മങ്ങൾ വികൃതികൾ എന്നും പറയാറുണ്ട് എന്നായി. ഹോതാവ് മുതലായ 4 പേർ കൂടി നടത്തുന്ന കർമ്മമാണ് ചാതുർഹോത്രം. ഈ വിധി അനുസരിച്ച് അതത് അവസരങ്ങളിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ശ്ലോകം 6 കുറച്ച് നീളം കൂടും, ശ്രദ്ധിക്കണം. സംപ്രചരൽസു നാനായാഗേഷു വിരചിതാംഗക്രിയേഷു പൂർവം യത്തൽ ക്രിയാഫലം ധർമാക്യം പരേ ബ്രഹ്മണി യജ്ഞപുരുഷേ സർവദേവതാലിംഗാനാം മന്ത്രാണാം അർത്ഥനിയാമകതയാ സാക്ഷാൽ കർത്തരി പരദേവതായാം ഭഗവതി വാസുദേവ ഏവ ഭാവായമാന ആത്മനൈപുണ്യമൃതിതകഷായോ ഹവിശ്വരദ്വിർഗൃഹ്യമാണേഷു സ യജമാനോ യജ്ഞഭാജോ ദേവാംസ്താൻ പുരുഷാവയവേഷു അഭ്യദായത്. ഇതാണ് ശ്ലോകം. ചെയ്യപ്പെട്ട അംഗക്രിയകളോടുകൂടിയ അനേകവിധ യാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണവും ധർമ്മം എന്നു പേരോടുകൂടിയതുമായ കർമ്മഫലം യാതൊന്നോ അതിനെ സകല ദേവതകളെയും പ്രകാശിപ്പിക്കുന്ന മന്ത്രങ്ങളുടെ അർത്ഥനിയാമകതയാ അർത്ഥമായി ഭവിച്ച ദേവന്മാരുടെ നിയാമകൻ എന്ന ഭാവത്താൽ മുഖ്യമായി ഉപാസിക്കത്തക്കതായ ദേവതയും സാക്ഷാൽ കർത്താവും യജ്ഞസ്വരൂപനും പരബ്രഹ്മസ്വരൂപനും ഭഗവാനുമായ വാസുദേവനിൽ തന്നെ ഭാവിക്കുന്നവനും ആത്മാവിൻ്റെ നൈപുണ്യത്താൽ നശിപ്പിക്കപ്പെട്ട വിഷയവാസനകളോടുകൂടിയവനുമായ, ഇത് വളരെ പ്രധാന, വിഷയവാസനകളെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു. വിഷയവാസനകളോട് കൂടിയവന് നൈപുണ്യത്താൽ നശിപ്പിക്കപ്പെട്ട വിഷയവാസനകളെ നശിപ്പിക്കണം, ഇല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നേറാൻ പറ്റില്ല. ആ യജമാനൻ കർമ്മം നടത്തുന്നവരാൽ ഹവിസ് ഗ്രഹിക്കപ്പെടുമ്പോൾ യാഗം സ്വീകരിക്കുന്ന ആ ദേവന്മാരെ പുരുഷന്റെ അവയവങ്ങളിൽ അഭിധ്യാനിച്ചു എന്ന് പറഞ്ഞു. അതായത് സാക്ഷാൽ ശ്രീഹരിയുടെ അംഗങ്ങളിൽ നമുക്ക് അർത്ഥം വരണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? വേണ്ട എല്ലാ അംഗങ്ങളും സമ്പാദിച്ചും കർമ്മങ്ങൾ നടത്തിയും കൊണ്ട് നാനായാഗങ്ങൾ കഴിച്ചു. ആ കർമ്മങ്ങൾ നിമിത്തം ധർമ്മം എന്നു പേർ പറയപ്പെടുന്ന യാതൊരു അപൂർവ ഫലം ധർമ്മം സിദ്ധിക്കുമോ അതിനെ മന്ത്രങ്ങളാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഇന്ദ്രാദിദേവന്മാരുടെ നേതാവും അന്തര്യാമി രൂപേണ തൻ്റെ സാക്ഷാൽ പ്രേരകനും, അതായത് അവരവരുടെ ആത്മാവ് ഭഗവാൻ ശ്രീ വാസുദേവന്റെ പ്രസാദത്തിനായി കൊണ്ട് തന്നെ സമർപ്പിച്ചു. നിരന്തര ഭജനം നിമിത്തം മനസ്സിലെ രാഗാദി ദോഷങ്ങൾ നീങ്ങിയിരുന്നത് കൊണ്ട് സ്വർഗാദി ലോകഭോഗങ്ങളിൽ അല്പവും ആഗ്രഹമുണ്ടായിരുന്നില്ല. അത് അതിലേറെ വിശേഷമാണ് അല്ലേ. പിന്നെയോ, കർമ്മം നടത്തുന്നവർ അഗ്നിയിൽ ഹോമിപ്പാനായി ഹവിസ്സെടുത്ത് മന്ത്രം ഉച്ചരിക്കുമ്പോൾ യജമാനനായ മഹാരാജാവ് മന്ത്രദേവതകളായ സൂര്യാദിദേവന്മാരെ ശ്രീ വാസുദേവന്റെ നേത്രാദികളായ അംഗങ്ങളിൽ വസിക്കുന്നവരായിട്ട് ധ്യാനിച്ചു. ഭഗവാനിൽ നിന്നും ഭിന്നന്മാരായിട്ട് ധ്യാനിച്ചില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ഭിന്നത ഉണ്ടാവാൻ പാടില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് 7-ാമത്തെ ശ്ലോകം നോക്കുക.
ഏവം കർമ്മ വിശുദ്ധ്യാ വിശുദ്ധസത്തസ്യാന്തർഹൃദയാകാശശരീരേ ബ്രഹ്മണി ഭഗവതി വാസുദേവേ മഹാപുരുഷരൂപോപലക്ഷണേ ശ്രീവത്സകസ്തുഭ വനമാലാരിതര ഗദാദിഭി രൂപലക്ഷിതേ നിജപുരുഷ ഹൃല്ലിഖിതോ നാമാനി പുരുഷരൂപേണ വിരോചമാന ഉച്ചൈസ്തരാം ഭക്തിർ അനുദിനം ഏതമാനരയാ അജായത എന്ന് പറഞ്ഞു. അതായത് അതിൻ്റെ വാക്കാർത്ഥം വരുമ്പോൾ, ഇപ്രകാരം കർമ്മങ്ങളുടെ പരിശുദ്ധി കൊണ്ട് പരിശുദ്ധമായ അന്ധകരണത്തോടു കൂടിയവൻ്റെ അന്തർഭാഗങ്ങളിൽ ഹൃദയാകാശമാകുന്ന സ്ഥാനത്തിൽ ശ്രീവത്സം എന്ന മറുക്, കസ്തുഭരത്നം, വനമാല, ചക്രം, ശംഖം, ഗദ എന്നിവയോട് ചേർന്നിരിക്കുന്നവനും മഹാപുരുഷരൂപമാകുന്ന ഉപലക്ഷണത്തോടുകൂടിയവനും സ്വഭക്തഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പുരുഷരൂപത്തോടുകൂടി ആത്മാവിൽ ഏറ്റവും പ്രകാശിക്കുന്നവനും ഭഗവാനും ബ്രഹ്മവുമായ വാസുദേവനിൽ ഉത്കൃഷ്ട ഭക്തി നിത്യവും വർദ്ധിക്കുന്ന ശക്തിയോടുകൂടിയതായിട്ട് ഉണ്ടായി എന്ന് പറഞ്ഞു. അത്ര വളരെ വിശേഷമായിട്ടുള്ള അർത്ഥങ്ങളാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. ഇപ്രകാരം അന്യഫലകാംക്ഷ കൂടാതെ അനുഷ്ഠിച്ച, അന്യഫലകാംക്ഷ ഉണ്ടാവാൻ പാടില്ല, കർമ്മങ്ങളാൽ ആ മഹാരാജാവിൻ്റെ അന്ധക്കരണം രാഗാദിദോഷങ്ങളിൽ നിന്ന് മുക്തനായി. രാഗാദിദോഷങ്ങളിൽ നിന്ന് മുക്തനാവാണ്ട ഒന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഭഗവത് ഭക്തന്മാരായ നാരദാദികളുടെ ഹൃദയത്തിൽ സ്ഥിരമായി വിളങ്ങുന്ന ഭഗവാന്റെ പുരുഷസ്വരൂപം സ്വാത്മാവിൽ പ്രകാശിച്ചു കണ്ടു. ശ്രീവത്സം, കസ്തൂഭം, വനമാല, ചക്രം, ശംഖം, ഗദ മുതലായ ആയുധങ്ങളും ഭൂഷണങ്ങളും ആ ദിവ്യ വിഗ്രഹത്തിൽ വെവ്വേറെ പ്രകാശിച്ചു കണ്ടു. എന്നാലും അത് പരിച്ഛിന്നമല്ല. ഹൃദയാകാശമാകുന്ന അഭിവ്യക്തി സ്ഥാനത്തിൽ വിളങ്ങുന്ന സർവവ്യാപകവും സച്ചിദാനന്ദ സ്വരൂപവുമായ ബ്രഹ്മം തന്നെ എന്നും അറിഞ്ഞു. ആ ദിവ്യ വിഗ്രഹത്തിൽ പ്രതിദിവസം അധികരിച്ചു വരുന്ന ശക്തിയോടുകൂടിയ പരമപ്രേമലക്ഷണയായ ഭക്തി ഉണ്ടായി. ഭക്തി ഇല്ലാണ്ട വന്നാൽ ചെയ്തതൊക്കെ വെറും വേസ്റ്റ് കേട്ടോ. ഇനി ശ്ലോകം 8. ഏവം വർഷായുധ സഹസ്രപര്യന്ത അവസിത കർമ്മനിർവണ അവസരോ അതിഭുജ്യമാനം സ്വതനയേഭ്യോ രിക്തം പിതൃപ്പൈതാമഹം യഥാധായം വിഭജ്യ സ്വയം സകലസമ്പന്നികേതാത് സ്വനികേതാത് പുലഹാശ്രമം പ്രവ്രവ്രാജാം. ഇപ്രകാരം 1 കോടി വത്സരക്കാലം കർമ്മത്തോടുകൂടിയ മോക്ഷത്തിനുള്ള അവസരത്തോടു കൂടിയവനുമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അച്ഛൻ്റെയും അച്ഛൻ്റെ അച്ഛൻ്റെയുമായിരിക്കുന്ന രാജ്യരൂപമായ ധനത്തെ തൻ്റെ പുത്രന്മാരെ കൊണ്ട് അവകാശാനുസരണം ഭാഗിച്ചു കൊടുത്തിട്ട് താൻ ഭരതമഹാരാജാവ് സർവസമ്പത്തുക്കളുടെ വാസസ്ഥാനമായ തൻ്റെ രാജധാനിയിൽ നിന്ന് പുലഹ മഹർഷിയുടെ ആശ്രമസ്ഥാനത്തേക്ക് പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ വാനപ്രസ്ഥത്തിന് തയ്യാറായി എന്നാണ് പറയാം. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഇപ്രകാരം അയുധസഹസ്രവർഷ പര്യന്തം കാലം കർമ്മവും രാജപരിപാലനവും ചെയ്തുകൊണ്ടിരിക്കെ കർമ്മത്തിൽ നിന്ന് വിരക്തി പ്രാപിക്കാനുള്ള അവസരം വന്നു ചേർന്നതിനാൽ പരമ്പരയാ തനിക്ക് സിദ്ധിച്ച രാജരൂപമായ ധനത്തെ തൻ്റെ പുത്രന്മാർക്ക് യഥാവൽ ഭാഗിച്ചു കൊടുത്തു. സകല സമ്പത്തുകളുടെയും ആശ്രയസ്ഥാനമായിരിക്കുന്ന തൻ്റെ രാജ്യത്തിൽ നിന്നും പുലഹാശ്രമത്തെ, ആ സ്ഥാനത്തിലുള്ള വിഷ്ണു ക്ഷേത്രത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞു. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകം. യത്ര വാവാ ഭഗവാൻ ഹരിരദ്യാപി തത്രത്യാനാം നിജജനാനാം വാത്സല്യേന സന്നിധാപ്യത ഇച്ഛാരൂപേണ എന്നാണ് ശ്ലോകം. യാതൊന്നിൽ പ്രസിദ്ധമായും നിശ്ചയമായും ഐശ്വര്യപൂർണനായ വിഷ്ണു ഇപ്പോഴും അവിടെ വസിക്കുന്നവരായ തൻ്റെ ജനങ്ങളുടെ നേരെയുള്ള സ്നേഹത്താൽ
ഭക്താഗ്രഹമനുസരിച്ച രൂപത്തോടുകൂടി സന്നിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതായത് അതിൻ്റെ ഭാവാർത്ഥം, ആ സ്ഥാനത്തിൽ ഭഗവാൻ ശ്രീഹരി ഇന്നും, ആ ഇന്നും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്നും ആ ദിക്കിലുള്ള ഭക്തന്മാരിൽ വാത്സല്യം നിമിത്തം അവരുടെ ഇച്ഛയെ സാധിപ്പിക്കുന്ന സ്വരൂപത്തോടുകൂടി സന്നിധാനം ചെയ്യുന്നുണ്ട് എന്നായി. 10ാമത്തെ ശ്ലോകം. യത്രാശ്രമപദാന്യുഭയതോ നാഭിർദൃഷചക്രേ ചക്രനദീ നാമ സരിത് പ്രവരാ സർവത പവിത്രീകരോതി. അതായത് യാതൊന്നിൽ രണ്ടു ഭാഗത്തും ധാരങ്ങളോടുകൂടിയ ചക്രാകൃതിയിലുള്ള ശിലകളിൽ കൂടി ഒഴുകുന്ന നദികളിൽ ഉത്കൃഷ്ടമായ ഗണ്ഡകി എന്ന നദി ആശ്രമസ്ഥാനങ്ങളെ പവിത്രീകരിച്ച് പരിശുദ്ധമാക്കുന്നു എന്ന് പറഞ്ഞു. പരിശുദ്ധാക്കുക എന്ന് പറഞ്ഞാൽ പവിത്രീകരിക്കൽ തന്നെ കേട്ടോ. ഇനി അതിൻ്റെ എന്താണെന്ന് പറയുക സാരം, ഭാവാർത്ഥം. അവിടെ ആശ്രമസ്ഥാനങ്ങളുടെ 4 ഭാഗങ്ങളെയും മുകളിലും താഴത്തും ധാരങ്ങളുള്ള സാളഗ്രാമശിലാരൂപങ്ങളായ ചക്രങ്ങളുടെ മധ്യത്തിൽ കൂടി ചക്രനദി എന്നുകൂടി പേരുള്ള ഗണ്ഡകി എന്ന പുണ്യനദി ഒഴുകി പരിശുദ്ധമാക്കുന്നു. ചക്രാകൃതിയിലുള്ള സാളഗ്രാമശിലകളുടെ ദ്വാരങ്ങളിൽ കൂടി ഒഴുകുന്നത് കൊണ്ടാണ് ചക്രനദി എന്ന പേരുണ്ടായത് എന്ന് പറഞ്ഞു. ഇനി നമ്മൾക്ക് 11ാമത്തെ ശ്ലോകം. തസ്മിൻ ഖവാവാകിലസയേകല പുലഹാശ്രമോപവനെ വിവിധ കുസുമകിത്സലയ തുളസികാംബുഭി കന്ദമൂലഫലോപഹാരൈശ്ച സമീഹമാനോ ഭഗവത ആരാധനം വിവിക്ത ഉപരത വിഷയാഭിലാഷ ഉപഭൃതോപശമ പരാം നിർവൃതിം അവാപ. ഇതാണ് ശ്ലോകം. അതിൻ്റെ അർത്ഥം, ആ പുലഹാശ്രമ സമീപവനങ്ങളിൽ ബഹുവിധങ്ങളിലുള്ള തളിരുകൾ, തുളസീതളം, ജലം എന്നിവ കൊണ്ടും കിഴങ്ങുകൾ, വേരുകൾ, കായ്കൾ മുതലായ നിവേദ്യങ്ങൾ കൊണ്ടും ഭഗവാന്റെ പൂജയെ ചെയ്യുന്നവനും വർദ്ധിച്ച ശാന്തിയോടും ശമിച്ചിരിക്കുന്ന വിഷയാഗ്രഹത്തോടും കൂടി, വിഷയാഗ്രഹങ്ങൾ ശമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സംഗതി പാളിച്ചു പോകും. അപ്പോൾ ശമിച്ചിരിക്കുന്ന വിഷയാഗ്രഹത്തോടും കൂടി ഏകാന്തത്തിൽ പരമാനന്ദത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ആ പുലഹാശ്രമത്തിൽ ആ മഹാരാജാവ് ഏകനായി വസിച്ചിട്ട് നാനാവിധ പുഷ്പങ്ങൾ, മനോഹര പല്ലവങ്ങൾ, തുളസി എന്നിവ കൊണ്ടും ജലം കൊണ്ടും കിഴങ്ങുകൾ, ഫലങ്ങൾ മുതലായ നൈവേദ്യങ്ങൾ കൊണ്ടും ഭഗവാന്റെ ആരാധനത്തെ നടത്തിയും സകല വിഷയാശകളിൽ നിന്നും ഉപരതിയെ പ്രാപിക്കയാൽ ചിത്തവൃത്തികളെല്ലാം ഉപശമിച്ചതുകൊണ്ട് ഏകാന്ത സ്ഥാനത്തിൽ പരമാനന്ദത്തെ അനുഭവിച്ച് വസിച്ചു എന്നാണ് പറഞ്ഞത്. അശാന്തസ്യ കുതസുഖം എന്ന ഗീതാവചനപ്രകാരം സുഖമുണ്ടാകണമെങ്കിൽ ശാന്തി ഉണ്ടാകണം, അതിനോ വിഷയാശ ശമിക്കണം, അതിന് ഏകാന്തത്തിൽ വസിക്കണം, അല്ലാതെ സുഖാനുഭവം ഉണ്ടാവാൻ പ്രയാസമാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 12ാമത്തെ ശ്ലോകം, അത് ശ്ലോകം ചൊല്ലി വാക്കാർത്ഥം പറഞ്ഞ് ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം. തയോദ്ധർമ്മവിരത പുരുഷ പരിചര്യയാ ഭഗവതി പ്രവർദ്ധമാനാനുരാഗാഭരദ്രുതഹൃദയ ശൈഥില്യ പ്രകർഷവേഗേനാത്മന്യുദ്ഭിദ്യമാന രോമപുളക കുളക ഔത്കണ്ഠ്യ പ്രവൃത്ത പ്രണയാ ബാഷ്പനിരുദ്ധാവലോകനയന ഏവം നിജരമണാരുണചരണാരവിന്ദാനുധ്യാന പരിചിത ഭക്തിയോഗേന പരിപ്ലുത പരമാഹ്ലാദ ഗംഭീര ഹൃദയ ഹൃദാവഗാഢ ദിഷ്ണസ്താം അഭി ക്രിയമാണാം ഭഗവത്സവര്യാം സസ്മാരാം. ഇതിൻ്റെ വാക്കാർത്ഥം ഇപ്രകാരം നിരന്തരം ചെയ്ത ഈശ്വരപൂജയാൽ, ഈശ്വരപൂജയാണ് ചെയ്യുന്നതൊക്കെ ഈശ്വരപൂജയായിട്ട് കരുതിയാൽ മതി.
ഭഗവാനിൽ വർത്തിച്ചു കൊണ്ടിരുന്ന പ്രേമാധിക്യം നിമിത്തം ദ്രവിച്ച ഹൃദയത്തിൻ്റെ ശിഥിലതയോടുകൂടിയവനും സന്തോഷത്തിൻ്റെ ശക്തി നിമിത്തം ശരീരത്തിൽ എഴുന്നള്ളി നിൽക്കുന്ന രോമാഞ്ച സമൂഹത്തോടു കൂടിയവനും ഉത്കണ്ഠയോടെ ഉണ്ടായ സ്നേഹം നിമിത്തം കണ്ണീരിനാൽ നിരോധിക്കപ്പെട്ട കാഴ്ചയോടുകൂടിയ നേത്രങ്ങളോടുകൂടിയവനും ഇപ്രകാരം തൻ്റെ സ്വാമിയുടെ ചെന്താമരപ്പൂ പോലെ അരുണനിറമുള്ള പാദങ്ങളുടെ നിരന്തര ധ്യാനത്താൽ അഭ്യസിച്ച ഭക്തിയോഗത്താൽ എല്ലാ ഭാഗങ്ങളിലും വ്യാപിച്ച ആനന്ദത്തോടുകൂടിയ ആഴമേറിയ ഹൃദയമാകുന്ന ഹൃദത്തിൽ നിമഗ്നനായ ബുദ്ധിയോടുകൂടിയവനുമായിട്ട് ചെയ്യപ്പെടുന്നതായ ആ ഈശ്വര പൂജയെയും സ്മരിച്ചില്ല. അതാണ് സമ്പത്ത് കൂടുമ്പോൾ സംഗതി പെശകായിട്ട് മാറും. പരമർഷയിലെ എന്താവട്ടെ, ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഇപ്രകാരം നിരന്തരം ഈശ്വര പൂജ ചെയ്തുകൊണ്ട് ഭഗവാനിൽ അനുരാഗം ഏറ്റവും വർദ്ധിച്ചു വന്നതിനാൽ ഹൃദയം ദ്രവിക്കുകയും പ്രവൃത്തിയിൽ ശൈഥില്യം കടന്നുകൂടുകയും ചെയ്യുവാൻ തുടങ്ങി. ആനന്ദത്തിൻ്റെ ശക്തിയാൽ ശരീരത്തിൽ എങ്ങും രോമാഞ്ചമുണ്ടായി. ഭഗവാനിലുള്ള പരമപ്രേമത്താൽ നേത്രങ്ങളിൽ ആനന്ദജലം നിറഞ്ഞതുകൊണ്ട് ഇതര പദാർത്ഥങ്ങളെ കാണാൻ കഴിയാതെയായി. തനിക്ക് പരമാനന്ദത്തെ നൽകി രമിപ്പിക്കുന്ന പരമേശ്വരൻ്റെ അരുണനിറമുള്ള പാതാരവിന്ദങ്ങളുടെ നിരന്തര ധ്യാനത്തോടുകൂടി പരിചയിച്ച ഭക്തിയോഗത്താൽ എങ്ങും നിറഞ്ഞിരിക്കുന്ന പരമാനന്ദത്തോടുകൂടിയ അഗാധമായ ഹൃദയമാകുന്ന ഹൃദത്തിൽ, ഹൃദം എന്ന് പറഞ്ഞാൽ കയം, ബുദ്ധി മുങ്ങിയിരിക്കയാൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവത് പൂജയെ കൂടി സ്മരിച്ചില്ല. ബുദ്ധിവൃത്തി ആനന്ദത്തിൽ ലയിച്ചതിനാൽ സ്മരിപ്പാനുള്ള കർത്താവില്ലാതെ ആയി തീർന്നു എന്ന് പറഞ്ഞിട്ടാണ് അവസാനിച്ചത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് സ്മരിക്കുകയും അതോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകക്ഷേമത്തിനായിട്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ. കാരണം അത് നമ്മൾക്ക് മോക്ഷത്തിന് ഇടവരുത്തുന്നു എന്നുള്ള സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.